സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 6 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് കേരള ഗവൺമെന്റ് ഒരു ഏജൻസി വഴി വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സൗജന്യമായ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. വിപ്രോ എന്ന നമ്മുടെ രാജ്യത്തെ ടോപ്പ് 3 IT കമ്പനികളിൽ ഒന്നിലേക്കുള്ള ഫ്രഷർ ഹയറിംഗ്, അത് മികച്ച ശമ്പളത്തിലുള്ള ഒരു ഫ്രഷർ ഹയറിംഗ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോയാൽ സൈബർ പാർക്ക്, ഇങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ ലഭ്യമായിരിക്കുന്ന ചില കമ്പനികളിലെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരു പാർട്ട് ടൈം ജോലിയും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, അതായത് വിവിധ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന വിവിധ അവസരങ്ങൾ, കൂടുതലും ഫ്രഷേഴ്സിനുള്ള ബൾക്ക് അവസരങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ലഭ്യമായിരിക്കുന്ന, ഓൾ ഇന്ത്യ ബേസിസിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. മലബാർ ഗോൾഡിലേക്ക് BTech MBAക്കാരെയും അതേപോലെ BComകാരെയും ഒക്കെ ഫ്രഷേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവര് +2 അല്ലെങ്കിൽ അതിന് മേളിലുള്ള, അതായത് +2 അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രി ഒക്കെ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സ് മുതൽ 3 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അവസരങ്ങളുണ്ട്. അസോസിയേറ്റ് ട്രെയിനിങ്, അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ്, സെയിൽസ്, ഇങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഓർക്കുക, മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫ്രഷേഴ്സിനും 3 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ഒരു ഫുൾ ടൈം ജോബ് ഓപ്ഷനാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അവസരങ്ങളുള്ളത്. മികച്ച ശമ്പളമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്നുള്ളവർക്ക് കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്യാം. ഈ എല്ലാ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ, അതായത് ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. അത് കോഴിക്കോട് ജില്ലയിലെ കുട്ടിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മലബാർ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, മോണ്ടാന എസ്റ്റേറ്റ്. അവിടേക്ക് വോക്ക് ഇൻ ചെയ്യാവുന്നതാണ്. ഓർക്കുക, 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ആബ സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഇത് നമ്മുടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിലും തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനിയാണ്. ഈ ആബ സോഫ്റ്റിൽ ജോലി കിട്ടാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല, കാരണം ഇവർ ഒത്തിരി അധികം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഒരു 100 വേക്കൻസിയും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടെലി കോളിംഗ്, ടെലി സെയിൽസ്, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് അഡ്വൈസേഴ്സ്, ജൂനിയർ HR, ജൂനിയർ അഡ്മിൻ, ഈ തസ്തികളിലേക്കൊക്കെയാണ്. പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ടും എന്തിനാ സ്പ്ലിറ്റ് ആയിട്ട് ഷിഫ്റ്റുകളിൽ വരെ വർക്ക് ചെയ്യുവാനായിട്ട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഒരു +2 ഒക്കെ കഴിഞ്ഞവർക്ക് മുതൽ അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി വേണം, വലിയ സ്കില്ലൊന്നുമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും വലുതായിട്ടൊന്നും അറിയണമെന്നൊന്നും ഇല്ലാത്തവർക്കും ഒരുപക്ഷെ പെട്ടെന്ന് ജോലി കിട്ടുവാൻ പറ്റുന്ന ഒരു അവസരമാണ്. കൊച്ചിയിലായിരിക്കും കൂടുതൽ അവസരങ്ങളുള്ളത്. അപ്പോൾ ഈ ആബ സോഫ്റ്റിൻ്റെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളവർക്ക് jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് ആബ സോഫ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഇതും മറ്റ് അവസരങ്ങളും കണ്ടെത്താം. അല്ലെങ്കിൽ ഈ അവസരത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് സന്ദർശിക്കുക. എന്നിട്ട് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇനി അടുത്ത അവസരം നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട്ടുള്ള സൈബർ പാർക്കിലാണ്. അവിടെയുള്ള ലോജിയോളജി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക്, ലോജിയോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇവർ ഒരു 6 തസ്തികയിലേക്ക് ഇപ്പോൾ ഹയറിങ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, ഇത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും ജോലി. .NET ഡെവലപ്പർ, ഇത് ഒരു IT ജോബാണ്. ഇത് ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. BTech, BCA, MCA, കമ്പ്യൂട്ടർ സയൻസിലൊക്കെ BTech കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്, അല്ലെ MCA BCA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് 1 to 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അത് BTech MTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മാർക്കറ്റിംഗ് മാനേജറായിട്ട് MBAക്കാർ, ഒരു 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് BSc ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിന് BScയോ BCA ഒക്കെ ഉള്ള, ഒരുപക്ഷെ ഈ ഫ്ലട്ടറൊക്കെ അത്യാവശ്യം അറിയാവുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഗവൺമെന്റ് സൈബർ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന
ലോജിയോളജി എന്ന കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഓർക്കുക, ഈ വീഡിയോയിൽ ഞാൻ ഗവൺമെന്റ് സൈബർ പാർക്ക്, അതായത് കേരളത്തിലെ 3 പ്രമുഖ IT പാർക്കുകളാണ്. ഒന്ന് കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്ക്, അവിടുത്തെ അവസരമാണ് ഈ സൂചിപ്പിച്ചത്. അതിന് മുമ്പായിട്ട് കൊച്ചി ഇൻഫോ പാർക്കിലെ ഒരു കമ്പനിയിലെ അവസരം സൂചിപ്പിച്ചു. ഇനി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ അവസരം കൂടി ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. LTS, ഇതാണ് ലേൺ ട്രാൻസിഷൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനി. ഇത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. ഇവര് ഒരു ഇന്റേൺഷിപ്പ് ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈഫൻഡ് ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3 മന്ത്സിലേക്കായിരിക്കും ഹയറിങ്. സ്റ്റൈഫൻഡ് എത്രയാവും എന്ന് സൂചിപ്പിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് കാണുന്ന പോലെ 6 തസ്തികളിൽ അവസരങ്ങളുണ്ട്. ഒന്ന് ബിസിനസ് ഡെവലപ്മെന്റ് ഇന്റേൺ ആണ്. MBA മാർക്കറ്റിംഗിൽ കഴിഞ്ഞ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. ബിസിനസ് അനലിസ്റ്റ് ഇന്റേൺ ആയിട്ട് BTech വിത്ത് ഒന്നുകിൽ BTech അല്ലെങ്കിൽ BTech വിത്ത് MBA ഉള്ള 2024 പാസ് ഔട്ട് ആവുന്നവരെയായിരിക്കും പ്രിഫർ ചെയ്യുക. ഓപ്പറേഷൻ കോർഡിനേറ്റർ ഇന്റേൺ എന്ന തസ്തികയിലേക്ക് ഫ്രഷേഴ്സ് റീസെന്റ് MBA ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കഴിഞ്ഞ അല്ലെ റിലേറ്റഡ് ഫീൽഡിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ ആയിട്ട് ഡിഗ്രി കഴിഞ്ഞ ഒരു മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷന് റിലേറ്റഡ് ഏരിയാസിലൊക്കെ ഡിഗ്രി കഴിഞ്ഞവർ 2024 പാസ് ഔട്ട് ആയിരിക്കും പ്രിഫർ ചെയ്യുക. പിന്നെ കണ്ടന്റ് റൈറ്റർ ഇന്റേൺ ഉണ്ട്, SEO ഇന്റേൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതൽ 2024 പ്രിഫർ ചെയ്തവരെയാണ് ഇവർ എന്താ പറയുക പ്രിഫർ ചെയ്യുന്നത്. അപ്പം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു 3 മന്ത്സ് സ്റ്റൈഫൻഡോടെ ഇന്റേൺഷിപ്പ് ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർ, ഇവിടെ സൂചിപ്പിക്കുന്ന അത്യാവശ്യ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എന്താ പറയുക സ്കിൽസോ ഉണ്ടെങ്കിൽ ഇതിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്, അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അടുത്ത അവസരം നമ്മുടെ രാജ്യത്തെ 3 ടോപ്പ് IT കമ്പനികളിൽ ഒന്നായ വിപ്രോയിലാണ്. വിപ്രോയുടെ എലൈറ്റ് ഹയറിംഗ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് വിപ്രോയുടെ സൂപ്പർ സെറ്റിലൂടെയാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സൂപ്പർ സെറ്റിൽ ലഭ്യമായിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എലൈറ്റ് ഓഫ് ക്യാമ്പസ് 2024 ഹയറിംഗ് വിപ്രോയുടെയാണ്. ഇത് നിങ്ങൾക്ക് ഏപ്രിൽ 25-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഏപ്രിൽ 30-ാം തീയതി 2025 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 3.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പേ പാക്കേജ്. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഇതിൻ്റെ എലിജിബിലിറ്റി ഇവരിവിടെ വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. 2024 പാസ് ഔട്ട് ആയിട്ടുള്ള BTech, അതായത് എഞ്ചിനീയറിംഗ് 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ME MTech 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സൊക്കെ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെങ്കിൽ മറ്റ് സർക്യൂട്ട് ബ്രാഞ്ചസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സർക്യൂട്ട് ബ്രാഞ്ച് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രൊജക്ട് എഞ്ചിനീയർ എന്ന അവസ്ഥയിലേക്കായിരിക്കും ഹയറിംഗ് നടക്കുന്നത്. ഇതിൻ്റെ കോമ്പൻസേഷൻ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 3.5 LPA ആണ്. എന്നാൽ ഒരു 6 മന്ത്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു 25K 25,000 രൂപ ഒരു ബോണസ് എന്ന നിലയിൽ ലഭ്യമാകും. ഇയർലി ഇൻക്രിമെന്റ്സ്, അതേപോലെ മെർജ് ബോണസ് പിന്നീടൊക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഒരു 12 മാസത്തെ ഒരു സർവീസ് എഗ്രിമെന്റ് ഇവരുമായിട്ട് വെക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റിൻ്റെയും അതേപോലെ പ്രോഗ്രാമിംഗ് ടെസ്റ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് നടക്കുക. പിന്നീട് വോയിസ് അസസ്മെന്റ് ഉണ്ടായിരിക്കും. ബിസിനസ് ഡിസ്കഷൻ, ഇന്റർവ്യൂസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. ക്രൈറ്റീരിയയിലേക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ അത് നൽകിയിട്ടുണ്ട്. 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ 60% അല്ലെങ്കിൽ 6 CGPA നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് ക്രൈറ്റീരിയകളും നൽകുന്നുണ്ട്, അതായത് ബാക്ക്ലോഗ്സ് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇവരുടെ വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ, അതിൻ്റെ കൂൾ ഓഫ് പീരീഡ് എന്ന് വിളിക്കും, അതിനുള്ളിൽ അറ്റൻഡ് ചെയ്തവർ വീണ്ടും അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഫുൾ ടൈം ഡിഗ്രി കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ഗ്യാപ്പ് അലൗ ചെയ്യത്തില്ല എന്ന്, പഠനത്തിനിടയിൽ ഗ്യാപ്പ് അലൗ ചെയ്യത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിപ്രോയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. ഓർക്കുക, 2024 പാസ് ഔട്ട് ആയിട്ടുള്ള BTechകാർക്കുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഏപ്രിൽ 30-ാം തീയതി വരെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അടുത്ത അവസരം കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു കമ്പനിയായിട്ടുള്ള ഒഡേപെക്, അതായത് ഓവർസീസ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്.
ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു അവസരമാണ്. ഇത് വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. അവർക്ക് ഇത് സൗജന്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണച്ചെലവില്ലാതെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസി ആയതുകൊണ്ട് തന്നെ തട്ടിപ്പില്ലാതെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒഡേപെക്കിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് വന്നാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഇത് സൗദി അറേബ്യയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ടെക്നീഷ്യൻസിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ഇതിന് ഏപ്രിൽ 3-ാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ശമ്പളം എന്താ ഇവിടെ കാണാൻ സാധിക്കും. 1500 മുതൽ 4500 വരെ ആണ് അവിടുത്തെ ലോക്കൽ ശമ്പളം. അതായത് ഒരു ഇന്ത്യൻ റുപ്പീസിൽ 4500 എന്നൊക്കെ പറയുമ്പോൾ 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. 85 ഒഴിവുകളാണ്. IT ആണ് മിനിമം ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത്. മിനിമം 2 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് കാണണം. അപ്പം ITI ഉള്ള മിനിമം 2 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള 85 ടെക്നീഷ്യന്മാരെയാണ് ഹയർ ചെയ്യുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള അവസരമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി സൗദി അറേബ്യയിലേക്കാണ് ഈ ഹയറിങ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ഇയേഴ്സ് ഗൾഫ് എക്സ്പീരിയൻസ് ഇൻ മെയിൻ്റനൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ 2 വർഷത്തെ ഗൾഫിൽ മെയിൻ്റനൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഇവർ പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ 85 ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പല മേഖലകളുണ്ട്. ഇലക്ട്രിക്കലുണ്ട്, ജനറേറ്റർ, MEPയിലുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിലുണ്ട്, അതേപോലെ തന്നെ പ്ലാന്റിൽ അവസരങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ വിവിധ ഏരിയകളിൽ അവസരങ്ങളുണ്ട്. അവർക്ക് ഇതിൻ്റെ ജോയിനിങ് ടിക്കറ്റും വിസയും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പണച്ചെലവില്ലാതെ ഈ അവസരങ്ങളിലേക്ക് എത്താം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് എന്ന് സൂചിപ്പിച്ചത്. 9 മണിക്കൂറായിരിക്കും വർക്കിംഗ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കമ്പനി ആയിരിക്കും നൽകുക എന്നറിയുക. ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ jobspreach.com എന്ന സൈറ്റിൽ പോകാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് ഓരോ വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റിലൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നടന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.